കെട്ടിട കുടിശ്ശിക മുടങ്ങിയതിനെ തുടർന്ന് കൺസ്യൂമർ ഫെഡിന്റെ ഗോഡൌൺ സീൽ ചെയ്ത കോഴിക്കോട് കോർപ്പറേഷൻ. ജവഹർ ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന കൺസ്യൂമർ ഫെഡ് ഗോഡൌൺ ആണ് സീൽ ചെയ്തത്. 12 ലക്ഷം രൂപ കുടിശ്ശികയായതോടെയാണ് കോർപ്പറേഷന്റെ നടപടി. ആദ്യം പ്രതികരണത്തിലേക്ക്. നമുക്ക് ഇതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല. നമ്മളിപ്പോൾ രാവിലെ ഇവിടെ വന്നവരാണ് ഇത് കോർപ്പറേഷൻ്റെ ആളുകൾ ഇത് സീൽ വെച്ച് പോയതറിയണത്. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ കയറ്റിറക്ക തൊഴിലാളികളാണ്. ഞങ്ങളുടെ ജീവിതമാർഗം കൂടിയാണ് ഇത്. നമുക്ക് വേറെ അങ്ങോട്ടും പോയി പണിയെടുക്കാൻ കഴിയൂല. അതിനെന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കി തരാം. വിവരങ്ങളുമായി ആകാശ് തടത്തിലാണ് ചെന്ന്. ആകാശ്, ഈ കുടിശ്ശിക മുടങ്ങിയത് കൊണ്ട് മാത്രമാണോ ഈ ഗോഡൌൺ ഇത്തരത്തിൽ പൂട്ടിയത്? ഇപ്പോൾ ഈ ജോലി നഷ്ടപ്പെട്ടവർക്ക് നൽകാനുള്ള മറുപടി എന്താണ്? അഞ്ജലി, തീർച്ചയായും കോർപ്പറേഷനിൽ നൽകേണ്ട കെട്ടിട കുടിശ്ശിക മുടങ്ങിയതാണ് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. മുൻപ് തന്നെ കോർപ്പറേഷൻ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരവധി തവണ കൺസ്യൂമർ ഫെഡിൻ്റെ ഗോഡൌണിലേക്ക് നോട്ടീസ് അയച്ചിരുന്നു. എന്നാൽ നോട്ടീസ് കൈപ്പറ്റിയവർ മറ്റ് കോർപ്പറേഷനുമായി ബന്ധപ്പെടുകയോ തുടർ നടപടികൾ സ്വീകരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതിനാൽ തന്നെയാണ് കോർപ്പറേഷൻ പെട്ടെന്ന് തന്നെ ഈ ഗോഡൌൺ സീൽ ചെയ്യുകയും കൂടാതെ തന്നെ നോട്ടീസ് പതിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. കൃത്യമായി പറയുന്നു, 12,40,000 രൂപയോളം ഈ കെട്ടിടത്തിൻ്റെ വാടക ഇനത്തിൽ കുടിശ്ശികയായി കോർപ്പറേഷന് ലഭിക്കാനുണ്ട്. ഈ തുക നിലവിൽ ലഭിച്ചിട്ടില്ല, ഇവർ നൽകിയിട്ടില്ല. അതിനാലാണ് ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് എന്നാണ് കോർപ്പറേഷൻ അധികൃതർ തന്നെ വ്യക്തമാക്കുന്നത്. എന്നാൽ നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെ തന്നെ ഈ ഗോഡൌണിലെ ജീവനക്കാർ അത് കോഴിക്കോട് തന്നെയുള്ള കോൺഫെഡിൻ്റെ തന്നെ റീജിയണൽ മാനേജറിന് കൈമാറിയിരുന്നു. എന്നാൽ റീജിയണൽ മാനേജർ ഇക്കാര്യത്തിൽ കൃത്യമായൊരു നടപടി സ്വീകരിക്കുകയോ കുടിശ്ശിക തുക അടച്ചു തീർക്കുകയോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാത്തതിനാൽ തന്നെയാണ് ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. നിലവിൽ ആശുപത്രിയിലേക്കും ത്രിവേണി സ്റ്റോറുകളിലേക്കും അംഗനവാടി തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഈ ഗോഡൌണിലുണ്ട്. കഴിഞ്ഞ ദിവസം പോലും ഈ ഗോഡൌണിൽ സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ഈ സാധനങ്ങൾ ഉൾപ്പെടെയാണ് ഇവർ പൂട്ടി സീൽ ചെയ്തു പോയിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുടങ്ങുകയും വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതിനാൽ തന്നെ കോർപ്പറേഷൻ കൃത്യമായി പറയുന്നു, വാടക കുടിശ്ശിക തന്നു തീർത്താൽ മാത്രമാണ് ഒരു നീക്കുപോക്കിനുള്ളൂ, അല്ലാത്ത പക്ഷം യാതൊരു തരത്തെ നീക്കുപോക്കിനുമില്ല. കാരണം അത്രയും വർഷത്തെ വാടക കുടിശ്ശികയാണ് ലഭിക്കാനുള്ളത്. കൂടാതെ തന്നെ വാടക കുടിശ്ശിക പുതുക്കിയിരുന്നു. ഈ പുതുക്കിയ തുക പോലും ഇവർ നൽകിയില്ല. പഴയ തുക തന്നെയാണ് കുറച്ച് കാലങ്ങളായി നൽകിക്കൊണ്ടുവരുന്നത്. പുതുക്കിയ തുക നൽകാത്തൊരു സാഹചര്യം കൂടാതെ കുടിശ്ശിക ആയതുമാണ് ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഏതായാലും ഇവിടെ ചുമട്ട് ഇറക്ക് തൊഴിലാളികളും കൂടാതെ തന്നെ ഇവിടെയുള്ള തൊഴിലാളികൾ ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാണ്. ഇവരുടെ ഏക ജീവിതമാർഗമാണ് ഇപ്പോൾ അടഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ ഈ വാടക തുക കൊടുത്തില്ലെങ്കിൽ ഒരുപക്ഷെ ഈ ഗോഡൌൺ തുറക്കാൻ സാധിക്കില്ല. അതിനാൽ തന്നെ ഇവരുടെ തൊഴിൽ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അതിനാൽ തന്നെ ഇതിൽ അധികൃതർ പെട്ടെന്ന് ഇടപെടണമെന്നാണ് പറയുന്നത്. പ്രത്യേകമായിട്ട് ഇവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യമെന്ന് പറയുന്നത് കോഴിക്കോട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഗോഡൌണാണിത്. കോൺഫെഡിൻ്റെ 1ാമത്തെ ഗോഡൌണാണ് കോഴിക്കോട് KP കേശവമേനോൻ ഹാളിലുള്ള ജവഹർ ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുന്ന ഈ ഗോഡൌൺ നിരവധി സ്റ്റോക്ക് പലചരക്ക് സാധനങ്ങളായി നിരവധി സ്റ്റോക്ക് ഉള്ളൊരു ഗോഡൌണ്. നിലവിൽ വളരെ വലിയൊരു ഗോഡൌണാണ്. ഈ ഗോഡൌണാണ് ഇത്തരത്തിൽ സീൽ ചെയ്ത് പോയിരിക്കുന്നത്. കൂടാതെ തന്നെ ഇവരുടെ തൊഴിലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അതിനാൽ തന്നെ അധികൃതർ ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കോർപ്പറേഷനും ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുന്നുണ്ട്. കോർപ്പറേഷൻ ഉൾപ്പെടെ ഇവർ പോവുകയും അതിൻ്റെ ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കാമെന്നുള്ള ഉറപ്പ് നൽകി. അതിനുശേഷം ഈ അധികൃതരുമായി ചർച്ച നടത്തിയതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. ഏതായാലും വാടക ഇനത്തിൽ കിട്ടാനിരിക്കുന്ന 12,40,000 രൂപ അത് കോർപ്പറേഷന് ലഭിച്ചാൽ മാത്രമാണ് ഒരു പക്ഷേ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുകയും കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് ഗോഡൌൺ അടച്ചുപൂട്ടിയത്. വിവരങ്ങൾ നൽകിയത് ആകാശ് തടത്തിലാണ്.